ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് കേരളാംകുണ്ട് വാട്ടർഫാൾക്ക് പോകാൻ പോകട്ടോ. അപ്പോൾ അടിപൊളി വാട്ടർഫാളാണ്. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ 7 മണിയായപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ വിടുകയാണ്, സെറ്റാക്കണം. അപ്പോൾ നമ്മൾ അസീസൊക്കെ നമ്മൾ കക്കേരിക്ക് പോയി വന്നിട്ടാ. ഹായ് നമ്മളങ്ങനെ കരുവാരക്കുണ്ട് എത്തിയിട്ടാ. എടാ, കേരളാംകുണ്ട് വാട്ടർഫാള് എങ്ങനെ പോവാ? അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ പോണ വഴിക്ക് നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. ഇപ്പൊ റെസ്റ്റ് ചെയ്യാൻ നിന്നാട്ടാ. അതിൽ നല്ല അടിപൊളി വെള്ളമുണ്ട്. ഇവിടെ കൂടി ഇങ്ങനെ ഒഴുകുണ്ട്. ഒരു പാലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ നല്ല തണലുള്ളൊരു മരം കിട്ടിയിരിക്കണ്. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ ഒന്നാണ് ഇവിടെ. ഇപ്പൊ ഗൈസ്, അപ്പോൾ നല്ല അടിപൊളി നല്ല തണൽ മരം ഉണ്ട്. ഇവിടെ ആൾക്കാർ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ. നിയാൽ ഇവിടൊക്കെ ഉണ്ട്. ഇവിടൊക്കെ അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ മരം നമ്മളെ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നിട്ടാ. അപ്പോൾ ഇതിമ നമ്മൾ അന്നും പേര് എഴുതിയായിരുന്നു. ഇത് മാഞ്ഞു പോകില്ല, ഇതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കൂട്ടാ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇവിടെ നല്ല അടിപൊളി റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓ, ഗൈസ്, അപ്പോൾ നല്ല അടിപൊളി വൈബ് റോഡാട്ടാ. നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഒരു ജീപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു വീടൊക്കെ കാണട്ടോ ഇവിടെ. ഇവിടെ ഒരു ചക്ക പിടിച്ചിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. കാക്ക കേരളാംകുണ്ട് വാട്ടർഫാള് എത്ര പോകണ്ട്? 1 കിലോമീറ്ററോ? അപ്പോൾ ഇവിടെ ഒരു ചെറിയ വീട് കാണും നമുക്ക്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഒരു വണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നല്ല വൈബ് പ്ലേസ് ആട്ടാ. നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നല്ല അടിപൊളി പ്ലേസാണ്. ഇപ്പോൾ നല്ല തേനീച്ചക്കൂടുകളൊക്കെ കാണുന്നുണ്ടോ. കുറേ തേനീച്ചക്കൂടുകളൊക്കെ കാണാം. നല്ല റബ്ബർ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു വീട് കാണാം. ഈ വീട്ടിലിരുന്ന് പോകുന്നതാണ് ഈ തേനീച്ചക്കൂടുകളും സംഭവങ്ങളൊക്കെ. ഇപ്പോൾ ഗൈസ്, അപ്പോൾ കേരളാംകുണ്ട് വാട്ടർഫാൾക്കുള്ളൊരു ബോർഡൊക്കെ ഇവിടെ കാണണ്ട നമുക്ക്. Continue on Manjalam Chola Road for 3 kilometers. അപ്പോൾ ഇവിടെ നല്ല വ്യൂ ആട്ടോ. നല്ല അടിപൊളി മലയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെ ഒന്നും കോൺക്രീറ്റ് ചെയ്തിട്ട് ചേർന്നിട്ടാ. അന്ന് ഇവിടെ ഒരു ഓഫ് റോഡ് ടൈപ്പ് ആയിരുന്നു, നല്ല പാറകളൊക്കെ ആയിട്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ വന്നത് ഹിമാലയ ബൈക്കിലിരുന്നിട്ടാ. അന്ന് വൈബായിരുന്നു ഗൈസ്. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ട്ടാ. കുറേ തെങ്ങുകളൊക്കെ നമുക്ക് കാണട്ടാ. കേരളത്തിൻ്റെ ഭംഗി. ഇപ്പോൾ ഒരു അരിഭാഗത്തൊക്കെ വെച്ചിട്ടൊരു കർഷകൻ വരുന്നുണ്ട്. നമുക്ക് വയ്യൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. കാക്ക, കേരളാംകുണ്ട് വാട്ടർഫാള് നല്ല അടിപൊളി ഒരു പഴക്കമുള്ളൊരു ആൽമരം കാണാം. പാറൻ്റെ മേലക്കൂടിയൊക്കെ വേര് ഇറങ്ങിയിരിക്കുന്നുണ്ടോ. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ വാട്ടർഫാൾക്ക് എത്താൻ 1 കിലോമീറ്റർ ഏകദേശം ആയപ്പോത്തിന് നമ്മൾ ഓഫ് റോഡൊക്കെ തുടങ്ങിയിട്ടുണ്ടോ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ വാട്ടർഫാൾ എത്തി. നമ്മളെ എൻട്രൻസിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരിക കേട്ടോ. ഒരു ചെറിയൊരു ഇറക്കാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇവിടെ ഗൂഗിൾ പേ ഇല്ല കേട്ടോ. അത് നിങ്ങൾ ആരും മറക്കരുത്. നമ്മൾ പൈസ എടുത്തിട്ട് ചെയ്യാറ്. നമ്മൾ ഗൂഗിൾ പേ വിചാരിച്ച് വന്നാട്ടോ. വരുന്ന വൈക്കനെ ഇവിടെ അടിപൊളി ഒരു പാർക്കൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇല്ലായിരുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ അവിടെ ലോക്കൽ ഫെസിലിറ്റീനെ പറ്റിയുള്ള ഒരു വാർണിംഗ് മെസ്സേജ് എല്ലാ ഭാഷയിലും എഴുതിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ കാരണം ഇവിടെ മറ്റേ വീഡിയോ വൈറലായതിൻ്റെ ശേഷം തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. നമ്മളെ റിസ്വാൻ്റെ വീഡിയോ വൈറലായതിൻ്റെ ശേഷം എല്ലാ 4 ഭാഷയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത് ഏപ്രിൽ മാസമാണ്. ഈ ഏപ്രിൽ മാസത്തിലും കൂടി ഇത്രയും കൂടുതൽ വെള്ളം ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല അടിപൊളിയാണ്. അപ്പോൾ വർഷകാലത്തൊക്കെ നമ്മളെ ഇവിടെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടോ വെള്ളം വരിക. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല വർഷക്കാലത്ത് ഇവിടെ കുളിക്കാനൊന്നും സംഭവിക്കില്ല. പല തെള്ളി വെള്ളം കേട്ടോ.
നല്ല ഫ്രഷ് വാട്ടറാണ്. നമ്മളെ മലന്റെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വാട്ടറാണ്. അവിടെ ഒരു ബോർഡൊക്കെ കാണട്ടോ, അലക്ഷ്യമായി മാലിന്യം ഇട്ടാൽ 5000 രൂപ പിഴ കേട്ടോ. നമ്മളെ ജഗതിന്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടാ. കുട്ടിമാമ ഞാൻ ഞെട്ടി മാമ, വൃത്തിയുള്ള സമൂഹമോ, സംഭവം ഒരു ഫണ്ണി രൂപത്തിലിട്ടാ, അല്ല അടിപൊളി പോസ്റ്ററായി. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഉള്ള ആൾ തന്നെയാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ വെള്ളം ഉണ്ടല്ലേ? വെള്ളം ഈ മാർച്ചിൽ കുറച്ച് മഴ പെയ്തല്ലോ, വേനൽ മഴ വളരെ ശക്തിയായിട്ട് കിട്ടി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് വെള്ളം കൂടുതലുണ്ട്. വെള്ളം കുറയാറാണ്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ആകെ വരൾച്ചയായിരുന്നു. ഈ ഓടക്കാടൊക്കെ ആകെ അല്ല വെള്ളം ഉണ്ടാവും, പക്ഷെ ഈ ശബ്ദവും വെള്ളം ചാടുന്ന ഒച്ചയൊന്നും കേൾക്കില്ല. വെള്ളം ഉണ്ടാവും, വെള്ളം കുഴിയിൽ നിറച്ചുണ്ടാവും. കുളിക്കാറുണ്ടാവും എല്ലാ പ്രാവശ്യം ഉണ്ടാവില്ല, എല്ലാ പ്രാവശ്യം ഉണ്ടാവും. പക്ഷെ എത്ര ഫോഴ്സ് ഉണ്ടാവാറില്ല. ഇപ്പോഴത്തെ മാർച്ചിലും ഏപ്രിലും ആയിട്ട് കിട്ടിയ മഴയുടെ ഭാഗം. പിന്നെ നിങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം എന്നുമില്ലെങ്കിലും ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു ഇപ്പോൾ ഇനിഞ്ഞാന്ന് മഴ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഒന്ന് പെയ്യാൻ വന്ന് പോയി. എന്നാലും മഴ ഉണ്ട്. ഇപ്പോ കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഒന്നാമത് വെക്കേഷനാണ്. പിന്നെ തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ വരുന്നത്. കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രദേശമാണ്. തമിഴ്നാട് മാത്രമല്ല, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ഡൽഹി അങ്ങനെ ആളുകൾ വരാറുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ കേരളത്തിലെ പല വെള്ളച്ചാട്ടങ്ങളുടെയും അടുത്തേക്ക് പോകാൻ സാധിക്കാത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ വയനാടായിരുന്നു വെള്ളച്ചാട്ടം, സൂചിപ്പാറ വെള്ളച്ചാട്ടം അറിയാലോ, ഉരുൾപൊട്ടലിൽ അത് നശിച്ചുപോയി. അപ്പോൾ ഈ വെള്ളച്ചാട്ടം എന്ന് വെച്ചാൽ ഒന്നാമത് സേഫാണ്. വേനൽക്കാലത്ത് തന്നെ സേഫാണ് അവർക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാം, വേനൽക്കാലത്ത് അതിലിറങ്ങി കുളിക്കാം. അങ്ങനെ സുരക്ഷിതമാണ് എന്നവർക്ക് തോന്നിയതെന്നാണ് അവർ കൂടുതൽ ആളുകൾ വരും. പിന്നെ ആ ഒരു റിസ്വാൻ മുഹമ്മദിൻ്റെ ഒരു അത് കഴിഞ്ഞിട്ട് റിസ്വാൻ്റെ കൂടെ ഒരു മൊറോക്കോ പ്ലെയർ വന്നിരുന്നില്ല, യൂസഫ് എന്ന് പറഞ്ഞിട്ട്. അത് അയാളും ഒരു പിന്നെ കുറച്ച് കൂടുതലായിട്ട് ഒരു വീഡിയോ ചെയ്ത് വൈറലായി. ആ വീഡിയോ വൈറലായിട്ടുണ്ട്. അവളുടെ പേരെന്താ? യൂസഫ്. ഫ്ലഡ് കാലഘട്ടത്തിൽ ഇവിടെ എന്തൊക്കെ ചേഞ്ചുകളാണ് വന്നിട്ടുള്ളത്? ഇവിടെ ഒന്നാമത് നമ്മുടെ ഈ കുഴി ഒരു 35 അടി ആഴമുള്ള ഒരു വലിയ കുഴിയായിരുന്നു. ഇതല്ല, താഴെ വലിയ കുളിക്കണം മെയിൻ ഏരിയ 35 അടിയോളം താഴ്ച. അന്ന് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം വെച്ചാൽ വലിയ ആഴം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ നീന്തൽ അറിയാത്ത ആർക്കും അതിനകത്ത് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ ഭംഗി ആ കാലത്ത് അന്നായിരുന്നു ഭംഗി ഇവിടെ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ കാണുന്ന കുണ്ടാട്ടോ നമ്മളെ കേരളം കുണ്ടിൽ ഏറ്റവും വലിയ കുണ്ട്, നല്ല അടിപൊളി കുണ്ടാട്ടോ. അപ്പം നമുക്ക് നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇപ്പം ഇവിടെ നിന്ന് തന്നെ ചാടാൻ തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടുന്ന് ചാടാൻ വെച്ചാൽ നമുക്ക് അവിടെ പോയിട്ട് ചാടാം. സെറ്റ് കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഓരോ നടക്കുന്ന ഉരുൾപൊട്ടലിലും വെള്ളം വേസ്റ്റും കാര്യങ്ങളൊക്കെ മണ്ണൊക്കെ ഒന്ന് ഇടിയണ ഈ ഒരു കുണ്ടിലാണ്. അപ്പോൾ പണ്ട് ഇതിനെക്കാട്ടി ഭംഗിയായിരുന്നു നമ്മൾ പറഞ്ഞത് കേട്ടോ. നല്ല ആയൊക്കെ ആയിട്ട് സെറ്റ് ആയിരുന്നെന്നാണ് പറഞ്ഞത്. ഇപ്പം ഇപ്പോൾ 3-4 ഉരുൾപൊട്ടലൊക്കെ നടന്നില്ലേ അടുപ്പിച്ച്. അതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചത്. ഷേന പാറയാണല്ലോ എന്നറിയാം. നടക്കണ്ട, നടക്കാൻ പറ്റണ്ട.
ഷിയാൻ എന്താ പഴംപൊരി വേണോ? എന്ത് വേണ്ടി? സമൂസ. അപ്പൊ ഗൈസ് എന്താ ഭംഗി, ഒന്ന് തല നനച്ചിട്ടൊന്നതാണ് ഈ തണുത്ത വെള്ളത്തിൽ. ഈ തൽക്കാലം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോരാ. എനിക്ക് കാലെത്തുന്ന സ്ഥലത്ത് ഞാൻ നിർത്തി. അപ്പൊ ഗൈസ് അപ്പോൾ അവിടെ ഒരുപാട് കുട്ടികളെ വന്നിട്ടുണ്ട്. ഏതാ സ്കൂളിൽ നിന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പൊ ഗൈസ് അപ്പോൾ നമ്മളെ ഉസ്താദ് അത് ഇറങ്ങിയിട്ടുണ്ടോ? മുഖം കഴുകുന്നുണ്ട്, കുട്ടികളൊക്കെ ഇറങ്ങുന്നു. അപ്പൊ ഗൈസ് അതാ വള്ളം തട്ട് ആയിട്ട് വരും കേട്ടാ. പല വർഷക്കാലത്തൊക്കെ അടിപൊളിയാവും കേട്ടാ. ഓ ഓരോരോ തട്ട് ഇങ്ങനെ ഒളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പാലത്തിന്റെ ഈ തൊട്ട് അടുത്തായിട്ട് തന്നെ ഇവിടെ ഒരു നാച്ചർ വാക്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കുഴങ്ങിട്ട് നീന്തി കുഴങ്ങി നല്ല ആയിട്ട്. ആ ഇവിടെ അടിപൊളിയാ, ഇങ്ങനെ ഇരിക്കാം. ഇപ്പൊ കഴിച്ചപ്പോ നമുക്ക് ഇവിടെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കരുന്നില്ല. നല്ല അടിപൊളി പ്യുവർ വാട്ടറാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഗൈസ് ഇപ്പൊ ഇവിടെ നല്ല വ്യൂ അല്ലേ, പാലത്തിന് നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഓ ഇതെന്ത് പറയാ, ഓട. ഗൈസ് അല്ല അവിടെ കുളിച്ച ഞങ്ങള്, ഇവിടെ കുളിക്കാൻ പറ്റുന്നുള്ള അറിയില്ലേ? പറ്റും. ഗൈസ് അല്ല അവിടെ കുളിച്ച ഞങ്ങള്, ഇവിടെ കുളിക്കാൻ പറ്റുന്നുള്ള അറിയില്ലേ? ആ ഓ വാവ്, പൊള്ളി സാധനം. നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ള യാത്രയാണ്. നമുക്ക് ഒരു കുളിയും കൂടി കുളിക്കണം. ഗൈസ് അപ്പൊ നമുക്ക് വെള്ളം കുടിച്ചോക്കട്ടോ. ഓ പ്യുവർ വാട്ടർ ഇട്ടാ. പപ്പ നമ്മൾക്ക് എനിക്കൊരു ഐഡിയ കിട്ടി. നമ്മള് ആദ്യം ആ ഡ്രസ് ഇട്ടിട്ട് പിന്നെയും കുളിക്കാല്ലേ? ഓക്കെ, ഒന്നുകൂടി കുളിക്കണോ? ആ ഓക്കെ റെഡി. ഗൈസ് അപ്പോൾ എല്ലാ ടൂറിസ്റ്റുകളും ഇറങ്ങണതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടം വരുന്ന ഏരിയ കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരതാ അവിടെ ഉണ്ട്. അവരൊരു തവണ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി പോകാൻ ഉള്ള പരിപാടിയിലായിരുന്നു. അപ്പോഴാണ് ഈ ഒരു ഏരിയ കണ്ടത് കേട്ടോ. അപ്പോൾ അവർ വീണ്ടും ഇറങ്ങി വെള്ളം കണ്ടപ്പോൾ നല്ല പ്യുവർ വാട്ടറുള്ള ഏരിയകളുണ്ട്. അപ്പോൾ കുട്ടികളെ ആഗ്രഹമല്ലേ, ഏതായാലും ഇത്ര ഇതല്ലേ, ഈ പ്രായത്തിലുള്ള ആഗ്രഹങ്ങൾക്കൊന്നും നമ്മൾ എതിര് നിൽക്കരുത് എന്നാണ്. ഉണ്ടാവും. ഓക്കെ വാ. ഈ വെള്ളത്തിൻ്റെ ഒരു പ്യൂരിറ്റി ഉണ്ടോ? ആ ഓക്കെ, അവിടെ ഇറങ്ങിക്കോ. മെല്ലെ 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 ചവിട്ടല്ലേ. അവിടെ ഇരിക്കുക, ആദ്യം ഇരുന്നിട്ട് ഇങ്ങനെ കീഞ്ഞിറങ്ങിക്കോ. ഫസ്റ്റ് ഇരിക്ക്, അതിനെ ഇറങ്ങിക്കോ. അങ്ങനെ കീഞ്ഞിറങ്ങിക്ക്. യാ ആ ചോട്ടെന്നാടാ.
യാ ഇപ്പൊ ഗൈസ് അപ്പൊ രണ്ട് സൈഡും ഫുള്ള് കാപ്പിത്തോട്ടങ്ങളാട്ടാ. ഓ അടിപൊളിട്ടാ, ഒരു ഇരുട്ടിട്ടാ. നല്ല അടിപൊളി വലിയ വലിയ മരങ്ങളും തേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ആണോന്ന് അറിയില്ല. എല്ലാ റോഡ് ഏതായാലും ഇപ്പം നല്ല അടിപൊളി റോഡ് കിട്ടിയിട്ട് നമുക്ക്. Pa, are you going to that cool place? No. Yes. No. Yes. Okay. No. വാവ്. അപ്പോൾ വർഷക്കാലത്തൊക്കെ നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ ഈ റോട്ടിലൂടെ. ഓഫ് റോഡ് വണ്ടിയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അടിച്ച് പൊളിച്ച് ഡ്രൈവൊക്കെ ചെയ്ത് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ കുളിച്ച് ഇറങ്ങി, ഇപ്പോൾ കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.